വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുൽവൻ ചിമ്മു. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അലൈനിലുള്ള ജബൽ ഹഫീത്തിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്കിതാ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക്കാണ്. വണ്ടി റോഡുമെന്ന് മൂവ് ആവുന്നേ ഉണ്ടായിരുന്നില്ല, അത്രയും ട്രാഫിക്കായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അലയിലുള്ള ജബൽ ഹഫീത്തിലെ മെർക്യൂർ ഹോട്ടലിലോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ 3 ഫാമിലീസും അതുപോലെ കുട്ടൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, ഈ ചെറിയ ചെറിയ മലകളൊക്കെ. അപ്പോൾ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത് ഈ മലയുടെയൊക്കെ ഏറ്റവും ടോപ്പിലായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വണ്ടിയിലൂടെ മല കയറി ഇറങ്ങും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം രാത്രി ആകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അതായത് തണുപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പം നമ്മളിത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഫൈനലി നമ്മളിതാ ഈ ഹോട്ടലിലോട്ടേക്ക് റീച്ച് ആയിട്ടുണ്ട്. അപ്പം ഇതാ നമ്മൾ എൻട്രൻസിലോട്ടേക്ക് കിടക്കുവാണ്. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന സീനാണ് ഇത്. കളർഫുള്ളായിട്ടുള്ള കുറേ ബൊഗൺവില്ല. അപ്പം നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ കുട്ടേട്ടൻ്റെ ഫ്രണ്ട് ജിതേഷ് ഏട്ടൻ. ഇത് ലൈറ്റ് ബ്ലൂ കുട്ടേട്ടൻ, പിന്നെ ഡാർക്ക് ബ്ലൂ ഷാരിയേട്ടൻ, പിന്നെ ഷാരേട്ടൻ്റെ വൈഫ് ദ ബ്ലാക്ക് വൺ ജിഷ്ണേച്ചി. അപ്പോൾ ഇനി ഒരു ഫാമിലി കൂടി ഉണ്ട് കേട്ടോ, അവരെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുട്ടികളും കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിലോട്ടേക്ക് പോവാണേ. ഹോട്ടലിൻ്റെ ഉള്ളിലോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ 11 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം അവിടെ ഒരു 10:55 ആകുമ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം കൂടിയിട്ട് റിസപ്ഷനിലോട്ടേക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ആംബിയൻസും സെറ്റിങ്സൊക്കെ കിട്ടിയില്ലെന്ന് തന്നെ പറയാം. അടിപൊളി, നമുക്ക് ഭയങ്കര ഇഷ്ടമായ. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ താഴെയായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ഏരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഇതാ ചെക്കിനൊക്കെ ചെയ്ത് നമുക്കിതാ റൂം കിട്ടി. നമ്മളിതാ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാ റൂമിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളി. നമ്മൾ കുറേ സമയം അത് നോക്കി നിന്ന് പോയേ. അപ്പോൾ ഇത് നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഇതെല്ലാവരും അവരുടെ റൂമിലോട്ടേക്ക് പോയി ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. അപ്പം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചൂടിൽ എന്തെങ്കിലും ഒന്ന് കുടിച്ചാലോ എന്നൊരു തോട്ട്. അപ്പോൾ വേഗം ഒരു കാപ്പിയൊക്കെ ഇട്ടു നേരെ ബാൽക്കണിയിലോട്ടേക്കാണ് പോയത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ പുറത്തേക്കുള്ള സൈറ്റ്. അപ്പോൾ ആ സൈറ്റൊക്കെ നോക്കി കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ മനസ്സിന് തന്നെ ഒരു ഭയങ്കര ഒരു ഹാപ്പി ഫീലായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് താഴേക്ക് പോകാൻ നോക്കുവാണ്. അപ്പോൾ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭയങ്കരമായിട്ട് തണുത്ത് വിറക്കുന്നു. അങ്ങനെ ഇതാ കുട്ടികൾ കളിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നെ ബൈക്കും കാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഇതാ മക്കൾ ഭയങ്കര തകർത്ത് കളി തന്നെയാണ്. ഭയങ്കര ഹാപ്പിയായി കാറും ബൈക്കൊക്കെ കിട്ടിയപ്പോൾ. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്ന സമയത്ത് ഞാൻ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കി ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ്. എന്ത് ഭംഗിയല്ലേ, നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കുട്ടികളെയും കൊണ്ട് ഫേസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഹോട്ടലിൽ എത്തിയ ഉടനെ കുട്ടികൾ കണ്ടുപിടിച്ച കാര്യമായിരുന്നു ഇത്. അപ്പോൾ അവരെയും കൊണ്ട് വേഗം ഫേസ് പെയിൻ്റൊക്കെ ചെയ്തു. അവരെയൊക്കെ ഹാപ്പിയാക്കി. ഇത് സാറ്റർഡേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് 6:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് അവർ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ടായിരുന്നു ചെയ്തിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പം പുറത്തെ വ്യൂ, അതായത് നൈറ്റിലെ വ്യൂസ് കിട്ടില്ലെന്ന് തന്നെ പറയാം കേട്ടോ. എന്താ പറയുക, അത്രയും സൂപ്പറായിരുന്നു. നമുക്ക് കണ്ടിട്ട് മതിയാവാത്തൊരു ഫീലായിരുന്നേ. നല്ല ഉണ്ട്. ചുറ്റും നടന്ന് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇതാ 9 മണിയായിട്ടുണ്ട്. അപ്പം ഇവർ പോയിട്ട് KFC ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ഇതാ എല്ലാവർക്കും കൊടുക്കുവാണ്. അപ്പം കുട്ടികൾക്ക് നന്നായിട്ട് വിശന്ന് പോയി. കാരണം നന്നായിട്ട് തകർത്ത് കളിയായിരുന്നു. ഈവൻ നമുക്കായാലും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. കുറേ നടക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി KFC ആയിരുന്നു. ഒട്ടും എണ്ണ ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിലോട്ടേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറപ്പെടുവാണ്. അപ്പം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായത് ഇതാണ് നമ്മുടെ ലേച്ചിയുടെ മോള് വേദിക, നമ്മുടെ സ്വന്തം സൈത്തേട്ടൻ, വിജീഷേട്ടൻ, ജിതേഷേട്ടൻ, കുട്ടേട്ടൻ, ഇവരെല്ലാം കൂടി ലിഫ്റ്റിലാണുള്ളത്. അപ്പോൾ ഷാരേട്ടനും ജിഷ്ണേച്ചിയും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. നോക്കിയാൽ കുട്ടികളെ ആ ഒരു ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഗ്ലാസ് താക്കാനേ പറ്റുന്നില്ല. ഭയങ്കര തണുത്ത് വിറക്കുന്നൊരു ഫീലായിരുന്നേ. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തി. അവിടെ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തി. നല്ല തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും തണുപ്പായിരുന്നേ. അങ്ങനെ ഞാൻ അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പോയത് മുതലാക്കണ്ടേ. അങ്ങനെ നമ്മളവിടെ ഒരു 12-1 മണി വരെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു.
അപ്പോൾ നോക്കി അവിടുന്ന് ഉള്ള സൈറ്റാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. എന്ത് രസമല്ലേ കാണാൻ. അവിടുന്ന് വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ വലിയ ആൾക്ക് തണുപ്പ് തീരെ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. കുട്ടികളുടെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ മടങ്ങി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. അതിനുശേഷം റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി. എന്നിട്ട് നമ്മൾ നേരെ വിജീഷാൻ്റെ റൂമിലോട്ടേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഡാൻസും പാട്ടൊക്കെ വെച്ച് കുറച്ചും കൂടിയും കളർഫുള്ളാക്കി. ഈ ഒരു സമയത്ത് 2 ഫാമിലിയും കൂടി നമ്മളിവിടെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ സ്വന്തം റിജിനാട്ടൻ, അമിതേച്ചി, അതുപോലെ തന്നെ സുധിനയും അഗീഷേട്ടനും. അപ്പം അവരും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടി കുറച്ചും കൂടിയും കളർഫുള്ളായതിനെ. അവർ ശരിക്കും മിസ്സാവുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയിലും അവരുണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ ചില സാഹചര്യങ്ങൾ അവർക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് തകർക്കുവാണ്. ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ട് എന്താ പറയുക, കുട്ടികൾ നന്നായിട്ട് അവരോട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാ ജിതേഷാരനും വിജീഷാരനും തകർത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ലേ. അപ്പോൾ ഇതാ നല്ലൊരു നൈറ്റായിരുന്നു. നമ്മളെല്ലാവരും നന്നായി അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. അത്രയ്ക്കും സൂപ്പറായിരുന്നു. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ അവിടെ കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ രാവിലെ എഴുന്നേറ്റു. ഇതാ മക്കളൊക്കെ ഉറക്കാണ്. അപ്പോൾ ഞാനും കുട്ടിയേട്ടനും രാവിലെ തന്നെ എഴുന്നേറ്റു. സൺറൈസൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റത്. അപ്പോൾ നല്ല തണുപ്പാന്ന്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ കുട്ടിയേട്ടൻ നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ സൺറൈസൊക്കെ കണ്ടു. നല്ല സുഖമായിരുന്നു മനസ്സിന്. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ലയിച്ച് വേദിക അവിടെ നിന്ന് സൂര്യ നമസ്കാരമൊക്കെ ചെയ്തു. അങ്ങനെ നമ്മളവിടെ സൺറൈസും കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ടൊക്കെ എത്തി. അപ്പം 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പൺ ആവുന്നുണ്ടായേ. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് റൂം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്നും ജസ്റ്റ് കാണാം കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ്, സോസേജ്, ക്രൂയിസിൻ്റെ, പിന്നെ ഒരു തരം പൊറോട്ട അതാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ മെലണും പിന്നെ സ്വീറ്റ് മെലണും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി, നല്ലോണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ സ്വിമ്മിംഗ് പൂളിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പം രാത്രി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ നല്ല തണുപ്പായതുകൊണ്ട് രാത്രി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ ഒരു 9 ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നമ്മളെല്ലാവരും സ്വിമ്മിംഗ് പൂളിലോട്ടേക്ക് പോയി. അപ്പം ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങേണ്ടതെന്ന് ഓർത്തത്, കാരണം ഡ്രസ്സ് നടക്കാനൊരു മടിയായിരുന്നു. പിന്നെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇറങ്ങാൻ നോർത്തു. അങ്ങനെ ഞാൻ ലേച്ചി ഇറങ്ങി, ജിഷ്ണിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് നോക്കിയത് സ്ലൈഡിൽ കൂടി സ്ലൈഡ് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിലോട്ടേക്ക് തുള്ളുന്ന ഒരു ഇതായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം സ്വിമ്മിംഗ് പൂളിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 hour സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോയി ഫ്രഷായി. 12 മണിക്കായിരുന്നു ചെക്കൗട്ട്. അപ്പം ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ റിട്ടേൺ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മളിവിടുന്ന് വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്കൊരു പാർക്കുണ്ട്, അവിടെയും കൂടി കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ മല കയറി ഇറങ്ങുന്നുണ്ട്, ചെവിയൊക്കെ നന്നായിട്ട് അടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വേദനയും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഷൂട്ടിങ് ചെയ്തിട്ടും വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഇതാ നമ്മൾ പാർക്കിലോട്ടൊക്കെ എത്തിയത്. അപ്പോൾ ഇത് പാർക്കിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, ഇത് വലിയൊരു പാർക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് വേഗം തന്നെ മടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വെയിൽ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ കുട്ടികൾക്കൊക്കെ നല്ലോണം വിശക്കുകയും ചെയ്തു. കാരണം ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അലയിലുള്ള കാലിക്കറ്റ് റെസ്റ്റോറൻറ്റോട്ടേക്കാണ് പോയത്. അപ്പം അവിടെ ഇറങ്ങുമ്പോൾ തന്നെ കുപ്പിയിൽ കുറേ ഉപ്പിട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെല്ലിക്കൊക്കെ വാങ്ങി കഴിച്ചു, നല്ല ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചോറ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേനും അവിടെ ലഗോൺ ബിരിയാണി ഉണ്ടെന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ലഗോൺ ബിരിയാണിയും ഒരു ഫിഷ് ബിരിയാണിയും വാങ്ങി. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പം ബിരിയാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ലോണം ടയേർഡായിട്ടുണ്ട്, മക്കളൊക്കെ നല്ലോണം ടയേർഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ആരും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.